ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോകുന്നു. ആർക്കും കുഴപ്പമൊന്നുമില്ല. ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് പോകുന്നു കേട്ടോ. നമ്മൾ ഇന്ന് നമ്മുടെ ഈസി സ്നാക്സിൻ്റെ കിച്ചണിൽ KFC ചിക്കനൊക്കെ നമ്മൾ മേടിക്കാറില്ലേ, അതേപോലെ തന്നെ ഒരു പ്രോൺസ് വെച്ചിട്ട് KFC സ്റ്റൈലിൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ചിക്കന് പകരം ഇതിൽ ഞാൻ പ്രോൺസ് ആണ് ഉപയോഗിച്ചേക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം. പക്ഷെ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുക്കിംഗ് പ്രൊസീജിയറിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും KFC സ്റ്റൈൽ ചിക്കൻ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു ദിവസം തീർച്ചയായിട്ടും അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സൈഡിലുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം പേഴ്സണൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ KFC സ്റ്റൈലിൽ പ്രോൺസ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഇന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള സ്ട്രിംബ് എന്ന് പറയുന്ന ടൈപ്പില്ലേ, കൊഞ്ച്, ആ ടൈപ്പിലുള്ള പ്രോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഓൾ പർപ്പസ് ഫ്ലോർ. അതേപോലെ തന്നെ മൈദ എന്തോരം എടുക്കുന്നോ അതിൻ്റെ പാതി അളവ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നത് ഇതിനു മുമ്പാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്ന ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം റെഡ് കളറായതിനെ ഉണക്കി പൊടിച്ചതാണ്. അതേപോലെ തന്നെ ഇതിലോട്ട് ഇത്രയുള്ള ഒരു കട്ട, ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉണ്ടാവും ഓനിയൻ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഓനിയൻ പൗഡറും ഗാർലിക് പൗഡറും നിങ്ങൾക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾ സാധാ കുറച്ച് ഇഞ്ചി ഗാർലിക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ മിക്സിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ പത്തിരിപ്പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എല്ലാം കൂടി ചേർത്തിട്ട്. ഈ മിക്സിലോട്ട് നമ്മുടെ ചെമ്മീൻ ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ചെറിയൊരു ബൗൾ എടുക്കാം. അതിലോട്ട് 1 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കോഴിമുട്ടക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒരു തിക്ക് ബാറ്ററായിട്ട് എടുത്തിട്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ നമ്മുടെ മിക്സിലോട്ട് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി, കുറച്ച് കുരുമുളക് പൊടി. വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ മിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ, അതിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതിന് ശേഷം 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ, 1/4 ടീസ്പൂണോളം ഒനിയൻ പൗഡർ, 1/2 ടീസ്പൂണോളം ഗാർലിക്ക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് റെഡിയാക്കിയേക്കണം മിക്സാണ് കേട്ടോ നമ്മുടെ ഈ ഡ്രൈ മിക്സ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പ്രോൺസ് ഫ്രൈ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പോൾ 2 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ഈ കൊഞ്ചില്ലേ, അത് ആദ്യം തന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള ഈ പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞു വന്നിട്ട് നമ്മുടെ ഈ മുട്ടയിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കുക. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് ഇടാം. ഇപ്പം നമ്മുടെ ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മാറ്റണില്ല, ഈ പൊടിയിൽ തന്നെ ഇവിടെ സൈഡിൽ തന്നെ ഇട്ടേക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയൊരു പാത്രത്തോട്ട് വെക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള പൊടിയിൽ മുക്കാം. അതിന് ശേഷം മുട്ടയിൽ മുക്കാം. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി മുട്ടയിൽ. അതേപോലെ തന്നെ ഇത് മുക്കാം. പിന്നെ നമ്മുടെ ഈ സാധാ പൊടിയിൽ ഒന്നും കൂടി ഇതാക്കാം. അങ്ങനെ നമ്മുടെ ഈ ഇരിക്കുന്ന കൊഞ്ച് ഫുള്ള് ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണ ഒരുമിച്ചിട്ട് ചെയ്യരുത്. ഒരു 3-4 ഒറ്റ അടിക്ക് ഒറ്റ ടൈമിലിട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് എണ്ണ ഒരുമിച്ചിട്ട് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നിലും പിടിക്കാത്ത പോലെ തോന്നും. KFC മേടിക്കുന്ന ചിക്കൻ ഇല്ലേ, അതിൻ്റെ ഔട്ടർ പാർട്ടിലുള്ള സെയിം കൂട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിന് പ്രോൺസിന് യൂസ് ചെയ്യണം. ഇപ്പം KFC മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ KFC ചിക്കൻ മാത്രമല്ല പ്രോൺസും ഉണ്ട്. ഞാനപ്പോൾ അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോഴാണ് ഈ ഡിഷ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേര് ചെയ്തേക്കണം കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇറ്റാലിയൻ പുള്ളി ചെയ്തേക്കണം, എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അയാളുടെ ചാനൽ കാണുന്നതും. പുള്ളി ചെയ്തേക്കുന്ന റെസിപ്പിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ പുള്ളി ചെയ്ത് വെച്ച് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾ പ്രോൺസ് വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവർക്കും ഒരു വെറൈറ്റി ഡിഷായിട്ട് തോന്നുന്നത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും. അങ്ങനെ നമ്മുടെ ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമ്മുടെ ഈ പ്രോൺസ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇടുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് ബാലൻസ് ഇത് നന്നായിട്ട് കുടഞ്ഞ് കളയണം കേട്ടോ. പിന്നെ ഒരുപാട് കട്ട കുത്തിയിടണ്ട, കുറച്ചിട്ട് വറുക്കാൻ മതി കേട്ടോ. വളരെ പതുക്കെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഈ പൊട്ടിത്തെറിച്ചാൽ വന്നത് അത് പച്ചയായിട്ടുള്ള പ്രോൺസ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ജലാംശമാണ് വന്നത്. അതൊന്നും പേടിക്കണ്ട. ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രം ഇളക്കിയാൽ മതി. ബ്രൗൺ കളർ ആവണം കേട്ടോ നന്നായിട്ട്. നമ്മുടെ പ്രോൺസ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തോട് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ അപ്പോൾ പ്രോൺസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ ആൻഡ് സ്നാക്സാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബൈ.